ഇന്ത്യയിലെ മിഡിൽ ക്ലാസിൻ്റെ സ്റ്റൈലിഷായ ഒരു കാർ എന്ന സ്വപ്നം പൂവണിയിച്ച ഒരു ബ്രാൻഡ്. അതെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മാരുതി സ്വിഫ്റ്റിനെ കുറിച്ചാണ്. സ്വിഫ്റ്റ് വരുന്നതിന് മുമ്പ് ഇറങ്ങിയിരുന്ന ഹാച്ച് ബാക്കുകളെല്ലാം ഏകദേശം ഒരേപോലെയുള്ളായിരുന്നു, ഡിസൈനിന് അധികം പ്രാധാന്യം നൽകാത്തവയായിരുന്നു. അങ്ങനെ 2005 കൂടുതൽ സ്റ്റൈലിഷും സ്പോർട്ടിയുമായ ഒരു ലുക്കുമായി മാരുതി സുസുക്കി സ്വിഫ്റ്റ് അവതരിപ്പിക്കുന്നത്. കേർവിയായ സ്റ്റൈലിഷായ പേഴ്സണാലിറ്റിയുള്ള ഒരു ഡിസൈൻ. ഇന്ത്യ അതുവരെ കണ്ട കാറുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇതിൻ്റെ ഡിസൈൻ. സ്റ്റുഡൻസ്, ആദ്യമായി ജോലിക്ക് കയറിയവർ, ചെറുപ്പക്കാരായ ഫാമിലീസ്, ഇവർക്കിടയിലെല്ലാം സ്വിഫ്റ്റ് വളരെ പെട്ടെന്ന് പോപ്പുലറായിട്ട് മാറി. അവരുടെ ഒരു ആസ്പിറേഷനായി ഈ ഒരു കാർ മോഡൽ മാറി. സ്പോർട്ടിയായ ഡിസൈനിനോടൊപ്പം ഇന്ത്യക്കാരെല്ലാം വളരെ ശ്രദ്ധിച്ചിരുന്ന മൈലേജ്, അതുകൂടാതെ നല്ല റീസെയിൽ വാല്യൂ, ഇതൊക്കെ കൂടി ആയപ്പോൾ സ്വിഫ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ നിരത്തുകൾ കീഴടക്കി. ഇന്ത്യയിലെ മാരുതി ഉദ്യോഗവും ജപ്പാൻ്റെ സുസുക്കി മോട്ടോർ കോർപ്പറേഷനും തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് മാരുതി സുസുക്കി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരാണ് ഇന്ത്യയിലെ നമ്പർ 1 കാർ മേക്കർ. ഈ ഒരു കമ്പനിയുടെ ഇന്ത്യയിലെ വളർച്ചയ്ക്ക് പിന്നിൽ സ്വിഫ്റ്റിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. ഇന്ന് 3 തലമുറകളും കടന്നിട്ടും സ്വിഫ്റ്റിന് ഇന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ട്. ഈ കാറിൻ്റെ ഡിസൈനിൽ പല മാറ്റങ്ങളും ഈ കാലയളവിൽ വന്നിട്ടുണ്ട്. ഇന്നും ഇന്ത്യയിലെ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള കുറച്ച് കാറുകൾ എടുത്താൽ അതിൽ സ്വിഫ്റ്റ് എപ്പോഴും സ്ഥാനം പിടിക്കാറുണ്ട്. ഏകദേശം 2.8 മില്യൺ യൂണിറ്റ്സിലധികം ഇന്ത്യയിൽ ഈ കാർ സെല്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ എതിരിടാനായിട്ട് ഇതിൻ്റെ എതിരാളികളായിട്ടുള്ള ഹ്യുണ്ടായി മോട്ടോഴ്സ് i20 കൊണ്ടുവന്നിരുന്നു, ടാറ്റ അൾട്രോസ് കൊണ്ടുവരുന്നു, അതേപോലെ ഹോണ്ട ജാസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഇവർക്കൊന്നും ഈ ഒരു മാരുതി സ്വിഫ്റ്റിൻ്റെ ഒരു സക്സസിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ താഴെ ചെറിയ പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്.